എനിക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് തേർഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഹാർട്ടൊക്കെ നോക്കി അത് കാണാം. അവസാനം ഒരു സോംബി ഒന്ന് നമ്മളിവിടെ ചടിച്ച് കൊന്നതാണ്. ഇനി നമ്മൾ ചാവൂല. പിന്നെ ഇവിടെ നമ്മൾ കോപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. 2 ആയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ അതിൽ സ്റ്റിക്കില്ലായിരുന്നു. അത് കുഴപ്പമില്ല, 2 എടുക്കാം. കുഞ്ഞു റെസിപ്പി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇപ്പുറത്ത് വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇന്നലെ കുറച്ച് 16 ഇത് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവിടെ ചെന്ന് മൈനിങ്ങും ചെയ്യും. പിന്നെ ഇന്ന് കോപ്പർ ഗോളത്തിനെയും പിന്നെ നമുക്ക് കോപ്പർ ആർമറും ഉണ്ടാക്കാൻ പറ്റുന്നതന്നെ നോക്കട്ടെ. ആർമറിൻ്റെ സെക്ഷനിൽ പോകുമ്പോൾ നമ്മൾ ഇതിൽ പോകണം. ഓക്കെ, ആർമറുടെ കണ്ട കോപ്പർ കൊണ്ട് കണ്ട ആർമറൊക്കെ ഉണ്ട്. കണ്ട ഇത്രയും കോപ്പറൊക്കെ വേണം. വാളൊക്കെ ഇപ്പം തന്നെ ഉണ്ടാക്കാം. പക്ഷെ അത് പോരാ, നമുക്ക് അത് വേണ്ട. അതിൻ്റെ വാളൊക്കെ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അത്ര നമുക്കിന്ന് കോപ്പർ കൊണ്ടൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ അതാണ്. നമുക്കത് നേരെ വീഡിയോയിലിട്ട് കിടക്കാമല്ലോ. ഓക്കെ ഗൈസ്, ഇപ്പം രാത്രിയാണ്. രാത്രി വെളിയിലിറങ്ങിയാൽ ശരിയാവില്ല. കുറച്ച് നേരം കിടക്കാം. കിടന്നു. എൻ്റെ കയ്യിൽ പിക്കാക്സും വെച്ചുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. ബെസ്റ്റ് ആൾ. ഓക്കെ, നമുക്ക് ഇറങ്ങാൻ. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ നിന്നെടുത്ത്, ആവശ്യമില്ലാത്തതൊക്കെ ഇതില്ലേ. ഗൈസ്, ഈ സാധനം ഉണ്ടല്ലോ, ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അയ്യോ, മരം പൊട്ടനായിപ്പോയി ഗൈസ്. ഒന്നുമില്ല. ഓക്കെ, ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ 2 ചെസ്റ്റായി. ഇതിനെടുത്ത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ ഇട്ട് വയ്ക്കാം. ഓക്കെ, ഞാൻ അതിന് ഈ ചെസ്റ്റിൻ്റെ അകത്ത് എല്ലാ സാധനം അടുക്കി വെച്ചിട്ട് ബാക്കി കാണാം ഗൈസ്. നമ്മളിൽ ഇത്ര സാധനം മാത്രമേ ഞാൻ ഇപ്പം ഒരുത്തതോടെ വെളിയിൽ വന്ന് എന്നെ കൊല്ലാൻ വേണ്ടി ഗ്രണ്ടിയിലിപ്പം ഞാൻ ഈ ഒരു അയൺ സ്പിയറും ഇതൊക്കെ എടുത്തുള്ളൂ. ഞാൻ അയൺ സ്പിയർ എടുത്തപ്പം തന്നെ ഇവനും അയൺ സ്പിയർ എടുത്തല്ലോ. ചത്തു. ഇച്ചിരി പാടാണ് ഈ ഗെയിം. ഇതെന്തെനിക്ക് ഇഷ്ടം ഗൈസ്. അങ്ങനെ വെളിയിൽ കൊണ്ടോട്ട് മാച്ചി എനിക്ക് അതിൻ്റെ അകത്തുള്ള സാധനം എടുത്താൽ മതി. രാവിലെ തന്നില്ല ഗൈസ്. ഞാൻ ഒന്നിങ്ങനെ ചേസ് ചെയ്ത് ഒട്ടിച്ചിട്ട് ബാക്കി കാണാം. അവനെ ചേസ് ചെയ്ത് ഒട്ടിച്ചൊന്നുമില്ല. അപ്പോൾ വെളിയിൽ തന്നെ കിടക്കണം. ഇങ്ങനെ കഥവൊക്കെ അടച്ച് ഞാൻ വാളുണ്ടാക്കാം ഗൈസ്, അല്ലെങ്കിൽ ശരിയാവില്ല. ഈ വാളുണ്ടല്ലോ, ഇത് 2 ഇരിക്കട്ടെ. സ്പിയർ നമുക്ക് ആവശ്യമില്ല. സ്പിയർ ഇതിൻ്റെ അകത്ത് എടുത്ത് സ്പിയർ ഒരു ഉപകാരമില്ല ഗൈസ്. ഡാമേജ് കൊടുക്കൂല. കഷ്ടം. ഈ സ്റ്റിക്കർ എടുത്തിട്ട് വയ്ക്കാം. ഓക്കെ, അത്ര മതി ഗൈസ് നമുക്ക്. ഗൈസ്, ഇനി വെളിയിൽ പോയി ഇവരങ്ങ് അടയ്ക്കാം. അവിടെ ചട്ട അവിടെ പോയിരിക്കണം. നമുക്ക് റിവഞ്ച് എടുത്താലോ. എൻ്റെ ഉണ്ടോ? അയ്യോ, വേണ്ട. റിവഞ്ച് വേണ്ട. ഇവിടെ ചുമ്മാ എങ്ങനെയാണോ അത് ഇത്രയൊക്കെ ചെയ്യണത്? എൻ്റെ ഒരു ആർമർ ഇല്ലാത്തതുകൊണ്ടാണ്. അവൻ്റെ ഒരു ഹെൽമെറ്റൊക്കെ ഉള്ള ആർമർ ഇതൊക്കെ. ഞാൻ ഇങ്ങോട്ട് പോകണം. മൈനിങ് ചെയ്യാനല്ലേ വന്നാൽ മൈനിങ് ചെയ്തിട്ട് പോകണം. ഇവ അവിടെ കയറി നിൽക്കുന്നു ഗൈസ്. എന്തൊരപ്പൻ്റെ ഹാർട്ട്. അയ്യോ, അതിൻ്റെ ആ കഴുത്താണ്. ഇതെന്തൊരു അവന്മാരെ കൂടാണ് ഇവിടെ. എൻ്റെ അടുത്ത് വേറൊരുത്തൂടെ. നമ്മളിവിടെ ലൈറ്റ് വെച്ചില്ല. അവിടെ സ്പോണായതാണ്. ഇവിടെ പോയിട്ടാണ് സ്പോണായത്. ഞാനേ ലൈറ്റ്
ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഗൈസ്. വെളി ഇറങ്ങിയ പറ്റൂല ഗൈസ്, എന്ത് ചെയ്യാൻ. നമുക്ക് ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അവന്മാരിക്കിട്ട് പണിയാം. ഇതൊക്കെ എന്ത്, ഞാൻ അവനെയൊക്കെ തോപ്പിച്ചു. ഒരു ലൈറ്റ് കണ്ട ഇവിടെ 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 ഇട്ടത് തികയൂല ഗൈസ്. ഇവിടെ വച്ചിരുന്നു ഇത് ശിശി ഇതെടുക്കാം. ഇവിടെ വെച്ച് ഇതൊന്നും എടുക്കാം. പിന്നെ എടുക്കണ്ട. ഇവിടെ ഇട്ട് മതി. താഴെ ഏവനെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് താഴെ മൈൻ ചെയ്ത് പോകാനുള്ളതാണ്. ഇതിലെ കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ഇവിടെ വയ്ക്കാം. ഓക്കെ, ലാഗാണ്. ഓക്കെ, താഴെ ആരുമില്ല. ഞാൻ അപ്പോൾ ഇവിടെ ഒരുത്തനായിരിക്കും കണ്ടത് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇതെടുക്കാം. മൈൻ ചെയ്തു. ഇനി കുറച്ച് നേരം ഇങ്ങോട്ടും സൈഡിലോട്ടും കൂടെ മൈൻ ചെയ്ത് നോക്കാം. എന്തെങ്കിലും കിട്ടിയാലോ. ഇതൊരു പുതിയ റോക്കാണ് ഗൈസ്. പുതിയ എന്തൊരു റെസിപ്പി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങോട്ടൊന്നുമില്ല. ഈ സൈഡിലോട്ട് ഉണ്ടാക്കാൻ കിട്ടാം. അവിടെ ഇല്ല. ഇനിയും നമുക്ക് താഴോട്ട് പോകാം. ഇവിടെയൊരു ടോർച്ച് വെച്ചത്. ടോർച്ച് തീരും ഗൈസ്. മൈനിങ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ കിടന്ന് മൈൻ ചെയ്യട്ടെ ഗൈസ്. വെയിറ്റ് ചെയ്യും. ഞാൻ അവസാനം മൈൻ ചെയ്തുകൊണ്ട് ഇത്രയും മൈൻ ചെയ്ത് ഇനിയും ഉണ്ട് അവിടെ. അവസാനം ഒരു ഇത് കണ്ടുപിടിച്ച് ഞാൻ ഇനി എൻ്റെ കയ്യിൽ ബാക്കി ഇത്രയേ ഉള്ളൂ. എത്ര 5 ഇതേ ഉള്ളൂ. ലാമ്പ് പൊട്ടിച്ചു. ഓ യെസ്, കിട്ടി. അയൺ കിട്ടി ഗൈസ്. ഇത് വെച്ചു അയൺ വെച്ച് എന്തെല്ലാം ഉണ്ടാക്കുക. എന്തെല്ലാം അല്ല, ഇത്ര അയൺ വെച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റൂല വലുതായിട്ട്. ഒരു ബ്ലോക്ക് അയൺ മുറിച്ച് മാറ്റിയപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇത് കിട്ടി ഗൈസ്. ഇതിൽ ഒരു ബ്ലോക്ക് അയണിനെ നമ്മൾ ശിശിതുണ്ട് ഗൈസ്. പ്ലീസ് പ്ലീസ് വാട്ട് ദിസ് ഈസ് വാട്ട്. നമ്മൾ ഒരു ബ്ലോക്ക് അയൺ മുറിച്ച് കട്ടിയപ്പോൾ ഇതിൻ്റെ അടിയിൽ കോപ്പർ ഇട്ട് നമ്മൾ ഇന്ന് എന്തായാലും കോപ്പർ ബോളത്തിന് ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. വീണ്ടും വേണോ ഗൈസ്? അടി സക്കേ അയ്യൻ. ഇതാണ് മൈനിങ്ങിൻ്റെ പ്രത്യേകത. എല്ലാ സാധനവും കിട്ടേണ്ട അടുത്ത് നിന്ന് നല്ലതായിട്ട് കിട്ടും. ഓക്കെ, 2 എണ്ണം കിട്ടി. നല്ല കാര്യം. 1 2 കണ്ട് ഇവിടെയുണ്ട്. എൻ്റെ പിക്കാക്സിൻ്റെ ഒരു തീരുമാനമാവാറായി. ഇതിൽ വേറെ പിക്കാക്സ് ഇല്ല സ്റ്റോണിൻ്റെ. ഓ ഗൈസ്, ഡയമണ്ടിൻ്റെ മുറിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഈ പിക്കാക്സ് വെച്ച് പറ്റൂല. എൻ്റെ ഗൈസ് ഡയമണ്ട്. അതിൻ്റെ താഴെ എന്ത് കാണാം. എൻ്റെ കയ്യിൽ വേറെ പിക്കാക്സ് ഉണ്ടോ നോക്കട്ടെ. എൻ്റെ കയ്യിൽ പിക്കാക്സ് ഒന്നുമില്ല ഗൈസ്. എങ്ങനെ മണ്ടേ പോവും. ഈ സ്റ്റോണൊന്ന് പിറക്കിയിട്ടെ. വേണ്ട ഇല്ലേ, ഈ ഡസ്റ്റ് ഒന്ന് ഇതാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അവളിന്ന് മണ്ടയിലോട്ട് കയറിപ്പോവാം. ഹങ്കർ ലെവലൊക്കെ നോക്കണം. ഇതെങ്ങനെ ഗൈസ് 2 ബ്ലോക്ക് ഞാൻ ഇവിടെ കുഴിച്ച ശിഷ്യ അതും പോയി. കയറാം ഗൈസ്. ഇപ്പോൾ എനിക്ക് ആവശ്യമാണ് ഡയമണ്ടും. അത് ഡയമണ്ട് ഉപയോഗിച്ച് വലിയ ഉപകാരം ഇല്ല ഗൈസ്. ഈ ഇവിടെ ഉണ്ടായിരുന്നടാ കോപ്പർ, ഞാൻ കണ്ടില്ല ഇവിടെ. ശിഷ്
എല്ലായിടത്തും എനിക്ക് അത് എടുക്കട്ട് പെട്ടെന്ന് എടുത്തിട്ട് വരാം ഗൈസ് എല്ലാം കൂടെ. ഗൈസ് ഞാൻ ഇവിടെ നിന്ന് കോപ്പർ എല്ലായിടത്തും മണ്ടയിലൊക്കെ ഉള്ളതൊക്കെ പുതിയ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുണ്ടാക്കി. പിന്നെ ഗൈസ് ഇവിടെ ഉണ്ടല്ല ഇത് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് അയണിൻ്റെത് വേണമെന്നാണ് തോന്നുന്നത്. അയൺ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അത് അയൺ അവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് തടി വേണം. തടിയും ഇല്ല. ഞാൻ കുറച്ച് 5-6 ഒരു 20-30 തടി എടുക്കട്ടെ ഗൈസ്. ഞാൻ കുറച്ച് മരങ്ങളൊക്കെ അവിടെ നിന്ന് മുറിച്ച് കൊണ്ടുവരട്ടെ. ഇപ്പം എനിക്കിവിടെ നിന്ന് എത്ര 29 എണ്ണം കിട്ടി. വെറും മണ്ടയിൽ 2 എണ്ണം അല്ല, അതിൻ്റെ കുഴിച്ചപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവരാം. അപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. ഒരു സ്റ്റാക്ക് ഫുള്ള് നിറയിൽ ഒരു സ്റ്റാക്കിൽ 64 എണ്ണം ഉണ്ട്. ഓക്കെ ഗൈസ്, അയ്യോ ഇതോടെ പോയാൽ പറ്റൂല ഗൈസ്. നമുക്ക് കണ്ട ഇവിടെ ഇതിൽ പോയിട്ട് 1 2 3 ഈ സാധനം ഉണ്ടാക്കാം ഗൈസ്. എന്നു വെച്ചാൽ ഭയങ്കര മീനാണ്. ഇതാണ് മരം മുറിക്കാൻ തന്നെ ഉള്ളത്. ഞാൻ പിക്കാക്സ് വെച്ചാണ് മുറിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ പോയി കുറച്ച് 5-6 മരങ്ങളൊക്കെ മുറിച്ചിട്ട് 41 വുഡ്സ് ഉണ്ട്. ഇനി നമുക്ക് ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കണം. അതാകുമ്പം ഞാൻ കാണിച്ചു തരുന്നില്ലേ അതിൻ്റെ ഉപകാരം എന്തിനാണെന്ന്. ഓക്ക് എത്ര പ്ലസ് ഉണ്ട് ഓക്ക് പ്ലാന്റ്. ഓക്ക് പ്ലാങ്ക് വെച്ചാലും മതിയായി. നമുക്കിത് കിട്ടാം. ഏതാണ് മറ്റേത് കിട്ടാൻ. ഞാൻ കുറച്ച് ഓക്ക് പ്ലാങ്ക് ഇങ്ങനെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കി കാണാം ഗൈസ്. അല്ലെങ്കിൽ ഈ വീഡിയോ ലോങ് ആയി പോകും. 2 സ്റ്റാക്ക് മൊത്തം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലങ്ങ് 64 ഇതിലെത്രയാണ്? ഇതിൽ 7 എണ്ണം മതി. 7 എണ്ണമായിട്ട് എടുക്കാൻ പാടാണ്. എന്നാലും നമുക്കൊരു കറക്റ്റ് 7 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ 7 എണ്ണം. ബാക്കി വന്ന് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാം. ഇത് കയറാം. നമുക്ക് വീടും കൂടെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം ഗൈസ്. ഇതും കൂടെ 1 എണ്ണം വാങ്ങിച്ചേക്കാം വേണം. പിന്നെ ഇത് 1 എണ്ണം 2 എണ്ണം വേണം. പിന്നെ ഈ ഒരു 2 ചെസ്റ്റ് എന്തിരുന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് ഒരു 2 പ്രഷർ പ്ലേറ്റ്, ഓക്ക് പ്രഷർ പ്ലേറ്റ് നമുക്ക് 1 എണ്ണം മതി. ബട്ടൺ മതി. 2 ബട്ടായി. ഓക്കെ ഗൈസ്, ഇനി അതൊക്കെ എടുക്കട്ടെ. ഇവിടെ എൻ്റെ ഇൻഡെക്സിൽ പോയിട്ടാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ലോങ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തെന്ന് വെച്ചാൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ ഡോർ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. വേണ്ട ഗൈസ്, പ്രഷർ പ്ലേറ്റ് വെച്ചാൽ അത് വയ്ക്കുമ്പോൾ പുറത്തത്തെ സോംബി എല്ലാം അതിൻ്റെ മണ്ടേ കയറി എന്നാൽ ഈ കഥ തുറന്നു വരുമോ? അതാണ് എൻ്റെ പേടി. കുഴപ്പമില്ല. സ്വിച്ച് വെച്ച് നമുക്ക് ഗൈസ് എനിക്ക് ഒരു കാര്യം ചെയ്യാം. പ്രഷർ പ്ലേറ്റ് തന്നെ വയ്ക്കാം. പ്രഷർ പ്ലേറ്റ് എവിടെ? ഓക്കെ 1 2 പ്രഷർ പ്ലേറ്റ് ആകുമ്പോൾ കൈ വെച്ചൊന്നും ചെയ്യണ്ട, സമയവും ലാഭിക്കാം. അവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഉദാഹരണത്തിന് കണ്ട, ഇനി ഇവിടെ നിന്നും കൂടെ 1 എണ്ണം വെച്ചാൽ മതി. എടാ 1 എണ്ണം കൂടെ എടുക്കട്ടെ ഗൈസ്. ഇവിടെ 1 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഓക്കെ. ഇപ്പം നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ കണ്ട ഡോറ് ക്ലോസ് ആയി. പക്ഷെ നിങ്ങൾ അറിയാതെ ഒന്നും ഇതിൽ ചെന്ന് ചാടിക്കൊടുക്കല്ലേ. ഡോറ് തുറന്നു വരും. ഇവിടെ ഈ കിടക്കുന്ന സോംബീസ് വരും. ഓക്കെ, നമുക്ക് സ്വിച്ച് ഉണ്ടല്ല. ഇവിടെ എൻ്റെ സ്വിച്ച് എവിടെ സ്വിച്ച് ഉണ്ടാക്കിയില്ല. സ്വിച്ച് നമുക്കിവിടെ കൊണ്ടുപോകാം ഗൈസ്. അങ്ങനെ ബട്ടൺ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാനില്ല ഗൈസ്.
ഗൈസ് പ്രഷർ പ്ലേറ്റ് വെച്ചത് നമുക്ക് പാരയായി. സോംബീസ് മൊത്തം അകത്ത് കയറി എൻ്റെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കണ്ടായിരിക്കും നിങ്ങൾ. കണ്ട അയ്യോ ഗൈസ്, ഇവന്മാരൊന്ന് അടിച്ചൊതുക്കിക്കോട്ടെ. ബട്ടൺ വെക്കാൻ വേണ്ടി പോയിട്ട് ഇവിടെ കയറി എല്ലാം പ്രഷർ പ്ലേറ്റ് കാരണം സോംബീസ് എല്ലാം ഇവിടെ കയറി. എങ്ങനെയെങ്കിലും ഓടാൻ നോക്കാം ഗൈസ്. എൻ്റെ പോയാ ഗൈസ്? പോയിട്ടുണ്ട്. എൻ്റെ ദൈവങ്ങളെ, പ്രഷർ പ്ലേറ്റ് ദൈവങ്ങളെ. ഇതങ്ങ് വെളിയിൽ കിടന്നതിനാണ്. ഇവിടെ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഭാരം എടുത്ത് വെച്ച് എൻ്റെ ബാക്കിയുള്ള ആയുധമൊക്കെ ഇവിടെ എല്ലാം എടുത്തുകൊണ്ട് ഇരുന്നുകൊണ്ട് ഗൈസ്. ഇതിലൊരു രണ്ട് വാളൊക്കെ ഇരുന്ന്, ഒരു വാളും കൂടെ ഇരുന്നു. അയൺ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഇങ്ങനത്തെ പണ്ടത്തരത്തിലൊന്നും പെടില്ല. ഇന്നത്തെ വീഡിയോ ലോങ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. എന്നാലും നമുക്കൊന്ന് എടുക്കാം. ഇനി അയൺ ബ്ലോക്ക് ഉണ്ടാക്കണേക്ക് നോക്കി നോക്കട്ടെ ഗൈസ്. അയൺ ബ്ലോക്ക് അത് ബ്ലോക്കിൻ്റെ സെക്ഷനിലായിരിക്കും. അവിടെയുണ്ട് ഈ സെക്ഷനിൽ. ഇതെങ്ങനെ? ഇതെന്തൊരു സാധനം എനിക്ക് അങ്ങോട്ട് അതുകൊണ്ടൊന്നും വേണ്ട. അയൺ ബ്ലോക്ക് കിട്ടി. 3 ഉണ്ടാക്കാം. ഇവിടെ കോപ്പർ വെച്ചിട്ടൊരു കോപ്പർ ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആണെന്നൊരു കോൾ വന്നതാണ്. അതൊരു കുഴപ്പമില്ലാത്ത കാര്യം തന്നെ ഗൈസ്. പിന്നെ ഇതെന്തൊരു സാധനം ഗൈസ്? കോപ്പർ ചെയ്യുന്നതിന് കോപ്പർ ബൾബുണ്ട്. അതൊക്കെ നമ്മൾ നോക്കാം. പിന്നെ ഇപ്പം നമുക്ക് കോപ്പർ ഇത് മതി. അത് ഉണ്ടാക്കിയെന്തോ ഉണ്ടാക്കിയില്ലേ? ഞാൻ ഉണ്ടാക്കിയില്ല എന്നാണ് തോന്നുന്നത്. ഒരു ഷീൽഡ് വേണം ഗൈസ്. എനിക്ക് ഷീൽഡ് ഭയങ്കര ഒരു ഷീൽഡ് എൻ്റെ കയ്യിലായി. ഇനി ഇത് നമുക്ക് നെതറിൽ പോകുമ്പോൾ ഉപകാരം പെടും. ഉണ്ടാക്കി വെച്ചിരിക്കുക. നെതറിൽ നമ്മൾ പോകുന്നതായിരിക്കും വൺ ഡേ. അത് നെതറിൻ്റെ സാധനം നമ്മൾ ഉറപ്പായിട്ടുണ്ടാക്കും. നെതറിൽ ഉണ്ടാക്കാനുള്ള സാധനം ബക്കറ്റുണ്ട്. അടുത്തതിൽ നമുക്ക് നെതറിൽ പോവാൻ സെറ്റ് ചെയ്യാം. പിന്നെ ഈ സാധനം എന്തൊരു നടന്നൂടെ ചുമ്മാ ഉണ്ടാക്കി വെച്ചിരിക്കുക. പിന്നെ നമുക്ക് കൈ കിട്ടിയതെല്ലാം അങ്ങ് ഉണ്ടാക്കണം ഗൈസ്. എന്തിനൊന്നും നോക്കണില്ല. എവിടെ ബ്ലോക്ക്. പിന്നെ ഇതെനിക്ക് ആവശ്യമുണ്ട്. മറ്റേ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടേ വരാൻ വേണ്ടിയേ. ഓക്കെ, അങ്ങ് തീർത്തിട്ടുണ്ട്. താഴോട്ടെന്ന് വെച്ചാൽ മറ്റേ അവിടെ ഇതെവിടെ? അയ്യോ, 2 വന്നു. എനിക്ക് 1 മതിയായിരുന്നു ഗൈസ്. ഓക്കെ, അതെൻ്റെ അമ്മയാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആയിട്ടങ്ങ് വയ്ക്കാം 1. പിന്നെ അതിൻ്റെ മണ്ടയിൽ നമ്മൾ തല പോലെ വയ്ക്കണം. എൻ്റെ ചെസ്റ്റിൻ്റെ അകത്ത് ഈ തല വേണ്ട. ഇതെനിക്ക് ആവശ്യമുണ്ട്. ഈ തല എടുത്ത് വയ്ക്കാം. ഈ തല ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഈ തല കണ്ട ഇവിടെ. യെസ്, ഉണ്ടായി ഗൈസ്. ഹലോ കൂട്ടുകാരാ. എന്തിനു ചെയ്യുമെന്തോ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം മാനേജ് ചെയ്ത് വെക്കുമായിരിക്കും എൻ്റെ ചെസ്റ്റിലുള്ളത്. എന്തിനെന്ന് നമുക്കൊന്ന് നോക്കാം എന്തിനാണെന്ന്. ഒരു മിനിറ്റ് ഗൈസ്. ഞാൻ കുറച്ച് അവ വെളിയിറങ്ങിപ്പോയി. അവൻ വെളിയിറങ്ങിപ്പോയി. അവൻ വെളിയിറങ്ങിപ്പോയി ഗൈസ്. അവൻ കയറി. എനിക്ക് കയറാനും അറിയാം ഗൈസ്. ഞാൻ ടെസ്റ്റ് ചെയ്തോട്ട് ഒന്നുമില്ല. ഈ താഴെ കിടക്കുന്ന ഒരു സാധനം അവൻ എടുക്കുമോ? നമുക്കൊരു പേരിട്ടാല. താഴെ കിടക്കുന്ന സാധനം എടുത്താൽ ഇല്ല. നമുക്ക് ഈ സാധനം ഇവിടെ വെച്ച് നോക്കാം. എന്തിനു നോക്കട്ടെ. എവിടെ? ഇവ എടുത്തോണ്ട് പോണ്. എവിടെ? ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി വയ്ക്കുന്നു ഗൈസ്. ഹായ്. അവൻ്റെ ക്യൂട്ട് ഫേസ് കണ്ടാ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട്. നമുക്ക് ഇവനൊരു പേരിട്ടാലാ? എന്തിരുന്നിടാം പറ. സുബ്രഹ്മണ്യൻ ഗൈസ്. നമ്മളെ സുബ്രഹ്മണ്യനാണ് ഗൈസ്. ഇത് നമ്മളെ സുബ്രഹ്മണ്യൻ. ഹായ് സുബ്രഹ്മണ്യൻ. ഇവിടെ കിടന്ന് പണിയെടുക്കുന്നുണ്ടല്ലേ? നോക്കട്ടെ ചേട്ടായി.
ഓ ഇവിടെ എല്ലാം അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നു, അല്ല സോറി, അടുക്കി ഒതുക്കി വെച്ചിരിക്കണല്ലേ. എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിൻ്റെ കയ്യിൽ കൊണ്ട് വെക്കാം. നീ അപ്പം കുറച്ച് ശരിയാക്കി തന്നാൽ മതി എനിക്ക്. ഓ ഇവൻ്റെ ചെസ്റ്റ് നല്ല സാധനം തന്നെ, ചെസ്റ്റ് ഇതെന്തൊരു സാധനം എന്ന് മനസ്സിലായില്ല. ഇതിവിടെ വയ്ക്കാം. ഇനി ഇന്നീ 2 ചെസ്റ്റ് ഉണ്ട്, അത് നമ്മൾ അവിടെ വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഗൈസ്. അവിടെ അവിടെ വയ്ക്കാം. ഓക്കെ ഇത് ഓക്കെ, ഇതൊക്കെ ഗൈസ് നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. ഓക്കെ ഇതെല്ലാം ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ, ഇതിവിടെ കിടക്കട്ടെ. ഈ നെയിം ബോർഡ് വേണം, ഇതും വേണം, ഇതും വേണം, ഇതും വേണം, ഇതും വേണം, ഇതും വേണം, ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഇത് ഇനി എല്ലാം അടുക്കി വെച്ചോ. അതുവരെ ചേട്ടൻ കുറച്ച് പണിയുണ്ട്. ഇതിവിടെ വയ്ക്കൂ. ഇതെന്തൊരു സാധനം നോക്കട്ടെ. ഇതൊക്കെ ഇതുണ്ടാക്കല്ല. ഓ ഇതൊക്കെ വെച്ചാടല്ലേ, ഇതെന്തൊരു സാധനം, ഇതൊക്കെ വെച്ചാടല്ലേ അയണിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കണ. ഓ ഇത് എളുപ്പമായല്ലേ ഇതിപ്പം. ഇതൊരു 4 എണ്ണം ഉണ്ടാക്കാം. എന്തൊരു വരട്ട്. അയ്യോ സുബ്രഹ്മണ്യൻ ആനെ തുറന്നു വിട്ട് ഗൈസ്. ഓ ഷീൽഡുണ്ട്. ഓ ഭാഗ്യം. സുബ്രഹ്മണ്യ ഇതെന്തൊരു കഷ്ടോടാ. എന്നാ പിടിച്ചോടാണ്ടി. ഈ സുബ്രഹ്മണ്യൻ്റെ ഓരോ കാര്യം കേട്ടോ, കുണ്ടിയില്ലാത്ത മണിയാ. നീ എന്തിനടാ വെളിയിൽ പോണത്? വെളിയിൽ പോയ കഥ അടയ്ക്കാൻ അറിഞ്ഞൂടെ? സോറി മഴ കുറഞ്ഞു. ഇതിൻ്റെ അടുത്തൂടെ വെച്ചാൽ ഒന്നും ആവില്ല. അപ്പം എന്തെങ്കിലും ഈ 2 സാധനങ്ങളുണ്ട്. ഇത് നമുക്ക് വല്ല ഡെക്കറേറ്റ് ഈ ബ്ലോക്ക് എടുത്ത് ഇവിടെ അങ്ങോട്ട് വെച്ചാൽ നമുക്ക് അതാണ്ട ഇവിടെ അങ്ങോട്ട് വെക്കാം. ഈ സുബ്രഹ്മണ്യൻ എന്തിനാണ് ചെയ്യണത്? ഈ സുബ്രഹ്മണ്യൻ്റെ ഓരോ കാര്യങ്ങളെ ഇഷ്ടമായിട്ട് ഗൈസ്. പിന്നെ നിങ്ങൾ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഈ പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ വേറെ പേര് ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഗൈസ്. ഓക്കെ ഈടാ സുബ്രഹ്മണ്യ, നീ ഒന്നും മര്യാദക്കിരിയുടെ സുബ്രഹ്മണ്യ. സുബ്രഹ്മണ്യൻ്റെ ഓരോ വളികളെ ഇത് ചുമ്മാ ഞാൻ അവിടെ വെച്ചതാണ്. ഈ തുറക്കാം. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ. അതിൻ്റെ മണ്ടയിലായിട്ട് നമുക്ക് മറ്റേ ഇവിടെ തുറ ഈ ലൈറ്റിൻ്റെ ഇതിനടുത്ത് ഇവിടെ വയ്ക്കുക. സുബ്രഹ്മണ്യ അതിൻ്റെ മണ്ടയിൽ കയറി പോണു. ഈ സുബ്രഹ്മണ്യ താഴെ ഇറങ്ങും. ഓക്കെ കണ്ട, ഇതിപ്പം കണ്ട. എനിക്ക് ഇനിയിപ്പം നിന്നെ ബാഡിയില്ലടാ. നീ പാള കുന്തോ എന്ത് വേണമെങ്കിലും കൊണ്ടുവന്നു. എനിക്ക് നിൻ്റെ ഒരു ചുക്കുമില്ല. ഷീൽഡ് കൈ കിട്ടിയാലേ ഞാനേ പുലിയാവും ഗൈസ്. അവിടെ ഒരു ആടുണ്ട്. നമുക്ക് ആ ആടിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ആടിനെ ടൈം ചെയ്യാം. ഇവിടെ ഓക്കെ ടൈം ഫ്ലൂട്ട് കിട്ടി. നമുക്ക് ആടിനെ ടൈം ചെയ്യാം. അയ്യോ ഇന്നത്തേൽ ആടിനെ ടൈം ചെയ്യണോ വേണ്ട, നമുക്ക് കുറച്ച് ആർമർ ഉണ്ടാക്കാം. ആർമർ അവിടെ 1 2 3 പാൻസും കൂടെ മതി. പാൻറ്റ് ഇതിൽ നിന്ന് എടുക്കട്ടെ. ഓ ഇത് തന്നെ ഇത് പാൻറ്റാണ്. ഫുൾ ബോഡി തയ്യാറാക്കാം. പാൻറ്റ് റെഡി. ഇതാ ആ സ്റ്റിക്കില്ല, കുഴപ്പമില്ല. നമുക്ക് എവിടെ ഓ നമ്മൾ ഇത് കയറിയിട്ട് ഗൈസ് നമ്മൾ സ്റ്റീവ് അല്ല ഗൈസ്, ഏതോ ഒരു കളവിയാണ്. അത് കുഴപ്പമില്ല, അപ്പോൾ സഹിച്ചിട്ടത് എന്തായാലും കുഴപ്പമില്ല, നമുക്കത് വിഷമമില്ല ഗൈസ്. അല്ലെങ്കിൽ ഞാൻ കുതിരേനെ ഒന്നും ടൈം ചെയ്യണില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലത്. കുതിരയൊന്നും കാണാനില്ല കണ്ട. ഓക്കെ പിന്നെ നമ്മൾ യൂട്യൂബിൽ 31 സബ്സ്ക്രൈബേഴ്സായി. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ഗൈസ്. പാർട്ടായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഗൈസ്. ബൈ.